every party have to give the list of star campaigners election മുൻപ്. നേരത്തെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസിൻ്റെ ഇറ്റ് വാസ് 40 സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ ലിസ്റ്റ് ഒരു പതിവായിരുന്നു. ഈ പ്രാവശ്യം ഇത് ചുരുക്കി 30 ആക്കിയിട്ടുണ്ട്. കൂടാതെ ഈ അൺറിക്കഗ്നൈസ്ഡ് അതർ പാർട്ടീസ് അവരുടെ 20 ആയിരുന്നു, ഇപ്പോൾ 15 ആക്കിയിട്ടുണ്ട്. അതനുസരിച്ച് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് 16 സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഫ്രോം ദി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അവർ നമ്മുടെ സംസ്ഥാനത്തിൽ വരുന്നുണ്ട്. പിന്നെ ലോക് ജനശക്തി പാർട്ടി 15 സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ ലിസ്റ്റാണ് കിട്ടിയത്. ബഹുജൻ സമാജ് പാർട്ടി 30 പേര്, ഭാരതീയ ജനതാ പാർട്ടി 30 സ്റ്റാർ ക്യാമ്പയിനേഴ്സ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 30, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 30. This is the list we have received so far of the star campaigners. Now let me come to the very important exercise. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് 20 ജനുവരിയിലാണ് ഫൈനൽ വോട്ടർ ലിസ്റ്റ്. അതിനുശേഷം ഈ കണ്ടിന്യൂവസ് അപ്ഡേഷൻ തുടരെ ആയിട്ട് അപ്ഡേഷൻ ചെയ്യാനുള്ള സമയം നമുക്ക് മാർച്ച് 9 വരെ ആയിരുന്നു. മാർച്ച് 9 വരെ കിട്ടിയ അപേക്ഷയുടെ എണ്ണം ആഫ്റ്റർ ജനുവരി 20 നമുക്ക് മൊത്തം അപേക്ഷ കിട്ടിയത് 9,16,601 ഈ പുതിയ അപേക്ഷയാണ് കിട്ടിയത് ഈ 1.5 മാസത്തിൻ്റെ കാലയളവിൽ. 9,16,601. ഇതിൽ NRIമാരുടെ പ്രവാസി കേരളീയരുടെ അപേക്ഷ കിട്ടിയത് 5,478. അതൊക്കെ എല്ലാം വളരെ വിശദമായിട്ട് പരിശോധിക്കുക ഉണ്ടായി. പരിശോധിച്ചതിന് ശേഷം അക്സെപ്റ്റഡ് ആപ്ലിക്കേഷൻസ് ഇതിന് ശേഷം 20 ശേഷം വോട്ടർ പട്ടികയിൽ വന്ന ആൾക്കാരുടെ എണ്ണം 7,39,905. ഇതാണ് ഈ പുതുതായിട്ട് ഇതിൽ വീണ്ടും ചേർത്തത്. 1,76,696 ഇത് റിജക്റ്റ് ചെയ്തതാണ്. ഇത്രയും 1,76,696. ഒരു പ്രസ് റിലീസ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ നിങ്ങളോട് പറയുന്നുണ്ട്. NRIമാരുടെ അപേക്ഷ അക്സെപ്റ്റ് ചെയ്തത് 2,790. ഇതാണ്. ഇതിന് ശേഷം ഈ പ്രാവശ്യം തേർഡ് ജെൻഡേഴ്സ് നമ്മുടെ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉള്ള ഈ 20 ശേഷം കൂടുതൽ ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ 290 ഫിഗേഴ്സാണ് മൂന്നാം ലിംഗക്കാരായിട്ടുള്ള വോട്ടർമാരുടെ. 290 ടോട്ടൽ. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും പേര് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണോ ഇത്രയും ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ഇല്ല. ദീസ് ആർ ദ പീപ്പിൾ ഹു ഹാവ് ഐഡൻറ്റിഫൈഡ് ദം ആസ് third genders. That means it's a big achievement because they are having a lot of confidence in the system. Otherwise, normally these people are very shy people. They don't disclose their identities. പക്ഷേ ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണിത്. They want to be part of this electoral process and they are coming forward to enter their names. This is a very positive indication as far as the state is concerned. അപ്പോൾ ടോട്ടൽ എഡിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം വോട്ടേഴ്സ്, ഫൈനൽ വോട്ടേഴ്സ് ഈ തിരഞ്ഞെടുപ്പിൽ
2,74,46,039. 2,74 lakhs 46,039. ആ അതിലെ ഉണ്ട്, ഈ പ്രസ് റിലീസിലെ ഉണ്ട് ഇത്. അപ്പോൾ വോട്ടർ പട്ടിക പ്രസിദ്ധി കഴിച്ചപ്പോൾ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഈ ഫൈനൽ ഫിഗേഴ്സ് ആയിരുന്നു 2,67 lakhs. അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 7 lakhs കൂടി ആഡ് ചെയ്തതിന് ശേഷം 20-ാം തീയതി ഇത് ഫൈനലായിട്ടുണ്ട്. ഇന്ന് ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ദിസ് വിൽ ബി അവൈലബിൾ ടു ദ പബ്ലിക്. ഷിയോൻ്റെ വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യും. അതാത് പൊളിറ്റിക്കൽ പാർട്ടീസിന് അതായത് ERO ഓഫീസിൽ, അതായത് തഹസീൽദാരുടെ ഓഫീസിൽ ഫ്രീ ഓഫ് കോസ്റ്റ് 2 കോപ്പീസ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് കിട്ടും. ആർക്കെങ്കിലും ഇത് ഫുൾ ഡൗൺലോഡ് ചെയ്തിട്ട് കോപ്പീസ് വേണമെങ്കിൽ അതിൻ്റെ ഈ ഫീസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട്, ചാർജ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഫിസിക്കൽ കോപ്പീസ് ഓൾസോ എടുക്കാം. This is the status with regard to the final voters list. Now, as far as the nominations are concerned, നിങ്ങൾക്ക് നേരത്തെ ഇത് കിട്ടിയിട്ടുണ്ട്. നോമിനേഷൻസ് നിങ്ങൾ മൊത്തം കൊടുത്തിട്ടുണ്ട്. എത്ര നോമിനേഷൻസ് ആണ് വന്നത് നമുക്ക് അതിൻ്റെ ഫിഗേഴ്സ് നിങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ഷുഡ് നോട്ട് റിപ്പീറ്റ് ദാറ്റ്. 1061 ആണ്. അപ്പോൾ ഇതിൻ്റെ വിഡ്രോൾ ഡേ ഇന്നാണ്. അപ്പോൾ വിഡ്രോൾ കഴിഞ്ഞിട്ട് ഫോം 7-ൽ ദ ലിസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് വിൽ ബി prepared. That list will be coming to us. My office is full of the officers today. They are doing the scrutiny of Form 7A. ഓരോരോ കാര്യം സ്പെല്ലിംഗ്, ഈ സിംബൽസ്, ഫോട്ടോ ഒക്കെ കാൻഡിഡേറ്റിൻ്റെ വളരെ സൂക്ഷ്മമായിട്ട് ഇവിടെ പരിശോധിച്ച് ഇന്ന് മുഴുവൻ രാത്രി ഈ പണിയായിരിക്കും. നാളെ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ് പ്രസിലേക്ക് ഇത് ലിസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. വെൽ, എന്തോ രാത്രി വരെ നിങ്ങൾക്ക് കൊടുക്കാം. ഇന്ന് കിട്ടും രാത്രിയോടെ. ബിക്കോസ് ദിസ് ഈസ് കമ്മിങ് ഫ്രോം കാസർഗോഡ്. ദേ ആർ കമ്മിങ് ഫിസിക്കലി ഓൾസോ. അപ്പോൾ രാത്രി വരെ വി ആർ ഷെയറിംഗ് ഓൾ ദീസ് ഇൻഫോർമേഷൻസ് ടു യു. ബട്ട് സംടൈംസ് ദർ ഈസ് എ ഡിലേ ബിക്കോസ് ദർ ഈസ് എ ഹ്യൂജ് വർക്ക്. But we are trying to share the informations with you. Now I have appointed 2 media, officers to interact with you, Shailendra and Ashish. Their number also I think have been shared on your WhatsApp. You can ask the details from them also after they cross check with me. SheVigil എന്നുള്ള വളരെ നല്ലൊരു ആപ്പാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. SheVigilൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ലംഘനം എവിടെ വെച്ച് കണ്ടാൽ ഇത് ഈ SheVigil ആപ്പ് വഴി ഞങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മൊത്തം സംസ്ഥാനത്തിൽ ഇതുവരെ ഏകദേശം 6 lakhs പോസ്റ്റേഴ്സ്, ബാനേഴ്സ് ആൻഡ് സ്റ്റിക്കേഴ്സ് വിവിധ ജില്ലകളിൽ നമ്മൾ നീക്കിയിട്ടുണ്ട്. ഈ SheVigil ആണ് ഏറ്റവും കൂടുതൽ ആയുധമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതുവരെ കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്ക് ടോട്ടൽ കംപ്ലയിൻറ്റ്സ് ജനങ്ങളുടെ കിട്ടിയത് 67,356 കംപ്ലയിൻറ്റ്സ് ആണ് കിട്ടിയത് SheVigil വഴി. അതിൽ 66,000 were found correct. അതായത് ന്യൂണ കംപ്ലയിൻറ്റ് ഇല്ല, ഇത് ശരിയായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് ജനങ്ങൾ കൊടുക്കുന്നത്. സോ വി ഹാവ് ബീൻ ഏബിൾ ടു ടേക്ക് ആക്ഷൻ ഇൻ 66,000 complaints out of 67,000 and we have taken action. ഫോം 12D കാര്യം അവസാനം കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് ഈ പോസ്റ്റൽ ബാലറ്റിൻ്റെ കാര്യത്തിൽ. ഇത് ഓപ്ഷണൽ ആയിരുന്നു 3 കാറ്റഗറീസിന്. ആബ്സെൻറ്റി വോട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ 80+ PWDs ആൻഡ് കോവിഡ് ബാധിതർക്കാണ് ഫോം 12D നമ്മൾ കൊടുത്തത്. വി ഹാവ് ഡിസ്ട്രിബ്യൂട്ടഡ് at around 8,85,000 Form 12D. 8,85,504 ഇത്രയും ഫോംസ് ഈ അപേക്ഷ നമ്മൾ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. തിരിച്ച് കിട്ടിയത് 8,43,800. 8.85,504 അതായത് 8,85,504 ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് 8,43,800
43,800 തിരിച്ച് കിട്ടി. തിരിച്ച് കിട്ടിയപ്പോൾ പരിശോധിച്ചപ്പോൾ ഇതിലെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി അർഹരായിട്ടുള്ള വോട്ടേഴ്സിൻ്റെ എണ്ണം 4,444. ഇത്രയും ഈ പോസ്റ്റൽ ബാലറ്റിന് അർഹരായിട്ടുണ്ട്. അതായത് 4,444. ഇതാണ് 12D പൊസിഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഈ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് CAPF 121 കമ്പനീസാണ് നമുക്ക് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം 140 കമ്പനീസാണ് നമുക്ക് കിട്ടിയത്, അതായത് കൂടുതലാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരമാവധി ഈ മലബാർ ഏരിയയിലെ 5 ജില്ലകളിലെ കൂടുതൽ സെക്യൂരിറ്റി ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കും. ഈ ഫൈനൽ വോട്ടർ ലിസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ സൈറ്റിൻ്റെ പേര് പറയാം. www.ceo.kerala.gov.in എന്ന ഉള്ള സൈറ്റിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടും. ഇതുവരെ സംസ്ഥാനത്തിൽ ഈ ലൈസൻസ്ഡ് ആം ഡിപ്പോസിറ്റ് ഇലക്ഷന് മുൻപ് ഈ തോക്കുകളൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ക്യാമ്പയിൻ നടത്താറുണ്ട്. ഇതുവരെ വിവിധ ജില്ലകളിലെ 8,685 ആംസ് ആൻഡ് ഗൺസ് ആൻഡ് ലൈസൻസ്ഡ് ആംസ് ഹാവ് ബീൻ ഡിപ്പോസിറ്റഡ്. നമ്മുടെ സംസ്ഥാനത്തിൽ ഏകദേശം 16,000 നോൺ ബെയിലബിൾ വാറണ്ട്സ് കടക്കുകയായിരുന്നു. ഇതുവരെ 11,655 എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ നോൺ ബെയിലബിൾ വാറണ്ട്സ് ഹാവ് ഓൾറെഡി ബീൻ എക്സിക്യൂട്ടഡ്, ദേ ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ്, ബട്ട് സ്റ്റിൽ there are 4,000 NBWs which are pending. We have requested the DGP and the police authorities to execute these non-bailable warrants as early as possible so that to maintain the law and order during the elections. ഈ പ്രാവശ്യം പുതിയ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ. ഈ ബൈക്ക് റാലീസ് പല സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിലും പോയി ആൾക്കാരെ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ പോൾ ഡേയുടെ 72 hours മുൻപ് ബൈക്ക് റാലി വിൽ നോട്ട് ബി അലൗഡ്. 72 hours before the poll day, bike rallies will not be allowed. പോളിംഗ് ഏജൻസിൻ്റെ കാര്യത്തിൽ കൂടി ഒരു ഇളവ് ഇലക്ഷൻ കമ്മീഷൻ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. ചില പൊളിറ്റിക്കൽ പാർട്ടീസിന് ചില ജില്ലകളിലേക്ക് ഈ പോളിംഗ് ഏജൻസും ഇല്ല. നമ്മൾ സാധാരണമായിട്ട് കേരളത്തിലെ ഒരു വാക്യം ഉപയോഗിക്കാറുണ്ട്, പാർട്ടി ഗ്രാമങ്ങൾ. അപ്പോൾ ഒരു പാർട്ടിൻ്റെ ആധിപത്യമായിരിക്കും, മോണോപോളി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പല പാർട്ടികൾക്ക് പോളിംഗ് ഏജൻറ്റ്സ് അവിടെ കിട്ടാറില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ബോഗസ് വോട്ടിങ്ങിൻ്റെ കള്ള വോട്ടിൻ്റെ കാര്യം നടക്കുന്നത്. Therefore, the election commission has decided that അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു വോട്ടറിനെ തന്നെ, അവിടുത്തെ വോട്ടർ തന്നെ ഇലക്ഷൻ ഏജൻറ്റായിട്ട് നിയമിക്കാം of that area. A voter can be appointed as the polling agent of that area. ഉണ്ടായിരിക്കണം എന്നാണ് നല്ലത്. ഞങ്ങളത് മീറ്റിംഗ് നടക്കുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തപ്പോൾ അവരോട് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, എല്ലാ പോളിംഗ് ബൂത്ത്സിലെ നിങ്ങളുടെ പോളിംഗ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ ഈ കള്ള വോട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെയധികം സഹായിക്കും. കാരണം അവർക്ക് മാത്രം അറിയാം ഈ ആൾക്ക് ആരാണ് അവിടെ. അതർവൈസ് സംടൈംസ് ദീസ് പീപ്പിൾ പോളിംഗ്, ഇഫ് the polling officers are conniving with the people, then at least the polling agent has the knowledge about a particular voter in that area. That
അത് പറഞ്ഞിട്ടില്ല ഇതിൽ, അത് പറഞ്ഞിട്ടില്ല. മുൻകൂട്ടി അറിയിക്കാം. ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി കൊടുക്കാം കേട്ടോ. അല്ല, his name should be given, some form will be there will be precautions to that. We will ഇതിൽ ഇന്ന വന്നതേ ഉള്ളൂ, ഈ വ്യക്തത ഇതിൽ കൂടുതൽ വരും. I will read for you if you want what is this instruction. See, in para 1 of the commission's instructions, it is provided that polling agents who are appointed by the contesting candidates shall be elected in the same polling booth or in the alternative from the neighboring polling stations or neighboring polling stations falling in the same constituency for which elections are being conducted. However, based on the inputs and for the convenience of the candidates, the Commission has directed that if any contesting candidate is not able to find a polling agent in the same polling station or neighboring polling station, she may appoint any elector of the same assembly constituency as their polling agents for their polling stations. അതാണ് ഇപ്പോൾ നേരത്തെ ആ പോളിംഗ് സ്റ്റേഷൻ്റെ ആയിരിക്കണം. Okay, as far as vaccination is concerned, we have identified 3,17,000 polling personnel. Polling conduct ചെയ്യാൻ വേണ്ടി 3,17,000. ഇവർക്ക് ഇതുവരെ 3,04,081, അതായത് 96% പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് വാക്സിനേഷൻ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ CAPFൻ്റെ 50 കമ്പനീസ് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ബാക്കി കമ്പനീസ് വരികയാണ്. ഓക്കെ, ദിസ് ഇസ് ദിസ്. Yes, now let us come to the other issue on which you are all waiting about certain complaints about the errata vote, double entries and multiple entries. We have received the complaint from some of the political leaders, as you know, and you have reported widely in the papers also. ഈ കിട്ടിയ പരാതികൾ ഞങ്ങളത് പരിശോധിച്ച് ജില്ലാ കളക്ടർമാർക്ക് സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി ആദ്യത്തെ കംപ്ലയിൻറ്റ് കിട്ടിയപ്പോൾ കളക്ടർമാർക്ക് അയച്ചിട്ടുണ്ട്. അതായത് കളക്ടർമാർക്ക് മിക്കവാറും എല്ലാ കളക്ടർമാരുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കംപ്ലയിൻറ്റിൽ 5 നിയോജക മണ്ഡലങ്ങളായിരുന്നു: കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കൊല്ലം, തൃക്കരിപ്പൂർ, കൊയിലാണ്ടി. അപ്പോൾ ഞങ്ങളത് കളക്ടർമാർക്ക് അയച്ചു. കളക്ടർമാർ ഇത് പ്രാഥമിക അന്വേഷണം ആണ് നടത്തിയത്. പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഈ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ സത്യം തന്നെയാണ്. ഇരട്ട വോട്ടുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കൊട്ടയം ജില്ലയിലെ വെക്കം ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് 1,606 ഇരട്ട വോട്ട് ചൂണ്ടിക്കാണി. പരിശോധിച്ചപ്പോൾ 590 അവിടെ ഡബിൾ എൻട്രീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ 1,168 ഇരട്ട വോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ 434 ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ കാര്യം, അവിടെ 570 ഇരട്ട എൻട്രീസിൻ്റെ ഇരട്ട വോട്ടേഴ്സിൻ്റെ പരാതിയായിരുന്നു. 100% ഇരട്ട വോട്ട് തന്നെയാണ് ചാലക്കുടിയിൽ. 570 അല്ലെ മുഴുവൻ ഇല്ല. ഇത് പ്രാഥമിക ഈ അന്വേഷണം
ആണ് ഇപ്പോൾ ഞാൻ അതിലില്ല. കാരണം ഇത് പ്രാഥമിക we will I'm reading out because this is going on right now. These are not final figures. അപ്പോൾ ഇതൊരു പ്രാഥമിക അന്വേഷണത്തിൽ പെട്ടെന്ന് 3 ദിവസത്തിനുള്ളിൽ എത്ര കണ്ടുപിടിക്കാൻ സാധിച്ചു ഞങ്ങൾ കണ്ടുപിടിച്ചു ഡയറക്ഷൻ കൊടുത്തിട്ട്. അപ്പോൾ ഇത് അന്വേഷണം മുന്നോട്ട് പോകും, നിർത്തിയില്ല. കാരണം നിർത്താനും പറ്റത്തില്ല, ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ഡോണ്ട് വാണ്ട് ടു ഹൈഡ് എനിത്തിങ്. വി വാണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് then come to Kozhikode. പറയുന്നുണ്ടല്ലോ. പാലക്കാട് 2400 ആണ് ചൂണ്ടിക്കാണിച്ചത്. അത് പരിശോധന നടത്തിയപ്പോൾ 800 കറക്റ്റാണ്, ഡബിൾ എൻട്രീസ് ഉണ്ട് 800. കോഴിക്കോട് 3767 മൾട്ടിപ്പിൾ എൻട്രീസ് ആണ് ചൂണ്ടിക്കാണിച്ചത്. അതിൽ 50% ഇരട്ട എൻട്രീസ് തന്നെയാണ്. മലപ്പുറം താവന്നൂർ 4395 ആണ് ചൂണ്ടിക്കാണിച്ചത്. അതിൽ 70% ഇരട്ട വോട്ട്. അത് കളക്ടർ ഫിഗർ പറഞ്ഞിട്ടില്ല, അത് കളക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. Those collectors who have indicated the figure, I am telling you the figure. ഞാനൊന്നും ഇവിടെ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നില്ല കേട്ടോ. We are giving you the factual figures which have been identified in the preliminary inquiry. Okay. Kasaragod 1053 ആണ്. ഇതിൽ 640 ഇരട്ട വോട്ട്. ഇത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, ഇവിടെ നിർത്തുന്നില്ല. ബിക്കോസ് നൗ യു വിൽ ആസ്ക് മീ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. നമുക്ക് ഈ 20-ാം തീയതിക്ക് ശേഷം കിട്ടിയ അപേക്ഷ 9 ലക്ഷമാണ്. 9 ലക്ഷം. ഈ 9 ലക്ഷം അപേക്ഷ കിട്ടിയപ്പോൾ ഇതിൽ എത്രത്തോളം BLOമാർ ഫിസിക്കൽ ഇൻസ്പെക്ഷന് വേണ്ടി പോയിട്ടുണ്ട്, അത് ചെറിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കാരണം കോവിഡിൻ്റെ സാഹചര്യത്തിൽ ചിലപ്പോൾ അവർ 100% ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുക ചെയ്തിട്ടില്ല. അതുകൊണ്ട് കിട്ടിയ അപേക്ഷ എല്ലാം അതിൽ പോയി, ഈ സോഫ്റ്റ്വെയറിൽ പോയി. ആദ്യത്തെ കാര്യം. അതിനുശേഷമാണ് ലാർജ് നമ്പർ 9 ലക്ഷമാണ് കിട്ടിയത് വിതിൻ 1.5 months. ബിക്കോസ് നമ്മൾ പ്രചരണം കൊടുത്തത് ഭയങ്കര ഒരു കൊടും കാട്ടും പോലെ ഒരു പ്രചരണമാണ്. എല്ലാ ആൾക്കാരും ഇതിൽ ഭാഗമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എവറിബഡി അപ്ലൈ. സെക്കൻഡ്ലി, ഇതൊക്കെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് ഇല്ല. ഇത് കാലാകാലങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി പറയാം. ഇത് ഇതാണ് നമ്മുടെ ഓഫീഷ്യൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. സ്റ്റേറ്റ് വൈസ് ഫിഗേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മൊത്തം ഇന്ത്യയിൽ തന്നെ ഈ പ്രശ്നമുണ്ട്. 26 lakh ഡബിൾ എൻട്രീസ് ഉണ്ട് പല സംസ്ഥാനങ്ങളിൽ. ഇതിൻ്റെ കോപ്പിയും നിങ്ങൾക്ക് തരാം. നമ്മുടെ കേരളത്തിലെ 20-ാം തീയതി വരെ 4000 ആയിരുന്നു. But if you see the figures of Tamil Nadu, 1,27 lakhs. 12 lakhs. അപ്പോൾ this is the figure. This is happening in all the states. ഈ ഇരട്ട വോട്ടർ വരാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിത് നിൽക്കാനുള്ള ഒരു തുടരുന്ന പ്രക്രിയയാണ്. നമ്മൾ ഈ ജനുവരിക്ക് മുൻപ് ഒഴിവാക്കിയത് ഏകദേശം 60,000 ഈ വർഷം തന്നെ ഒഴിവാക്കിയതാണ്. 60,000 ഇരട്ട വോട്ടുകൾ. അതെ, ഈ 20-ാം തീയതിക്ക് മുൻപ്. പിന്നെ ഇഫ് യു സീ ദ ഫിഗേഴ്സ് ഓഫ് January 19, നമ്മുടെ കേരളത്തിലെ 64 lakhs ഇരട്ട വോട്ട് എൻട്രീസ് ആയിരുന്നു, ഡബിൾ എൻട്രി. 64 lakhs, 2-3 ലക്ഷമല്ല, 64 lakhs കാലാകാലങ്ങളായിട്ട് കയറി. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. അപ്പോൾ ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്നു വരികയാണ്. ഈ ജനുവരി 1-ാം തീയതി 19 ഫിഗർ ആയിരുന്നു. ഈ തുടങ്ങിയത് അന്നാണ്. ലോക്സഭാ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാർട്ടഡ് എ വെരി ഇൻറ്റൻസീവ് ക്യാമ്പയിൻ ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ടു ഡിലീറ്റ് ദീസ് DSEs, ഡെമോഗ്രാഫിക്കലി സിമിലർ എൻട്രീസ് ആണ് നമ്മൾ
പറയുന്നത്. അതായത് ഒരു എലിക്കുട്ടനായിരിക്കും, അല്ലെങ്കിൽ എലിക്കുട്ടൻ പോലെ മറ്റേ എലിക്കുട്ടനായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇറ്റ് മേ ബി കറക്റ്റ്, ഈ മേ ബി എലിക്കുട്ടൻ ഓർ എലിക്കുട്ടൻ പോലെ ആയിരിക്കും. 50-50 ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ച് ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി ഞങ്ങൾക്ക് എല്ലാ വർഷം അയക്കാറുണ്ട്. ലിസ്റ്റ് അയക്കുമ്പോൾ ഞങ്ങൾ അതാത് താലൂക്ക് ഓഫീസിൽ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തും. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഫോട്ടോ മാച്ച് ചെയ്തതിന് ശേഷം ഈ ആൾക്കാരെ കണ്ടുപിടിച്ച് ഇറ്റ് ഈസ് എ ടേബിൾ ടോപ്പ് എക്സർസൈസ് എല്ലാ വർഷം ചെയ്യാറുണ്ട്. ബട്ട് ദ BLOs ഹാവ് ടു ഡു ദി ഫിസിക്കൽ വെരിഫിക്കേഷൻ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം അപ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യമായിരിക്കും, ഇത് എന്തുകൊണ്ട് ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല? വൈ ഡിഡ് യു വെയിറ്റ് ടിൽ രമേശ് ചെന്നിത്തലാജി ഓർ സം ലീഡർ ഹവ് പോയിൻറ്റഡ് ഇറ്റ് ഔട്ട്? ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം പ്രകാരം നമുക്ക് ഈ DSEs ഇലക്ഷനിൽ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് DSEs ഒഴിവാക്കാൻ ഇപ്പോൾ that has been that is not permitted. What is the direction of the election commission? Demographically similar entries, എലിക്കുട്ടി അല്ലെങ്കിൽ എലിക്കുട്ടി പോലെ, മനസ്സിലായോ? ഷജീത്ത് അല്ലെങ്കിൽ ഷജീത്ത് പോലെ കാണുന്ന ഒരു ആളുണ്ട് അവിടെ. അപ്പോൾ ഷജീത്തും ആക്കാം, ഷജീത്ത് പോലെയും ആക്കാം. കാരണം ഒരു ഷജീത്ത് എന്നുള്ള 100 പേരെ ആയിരിക്കും ഒരു ഏരിയയിൽ പേര്. അപ്പോൾ ഫോട്ടോ 2 ആൾക്കാരുടെ ഫോട്ടോ ഒരുപോലെയാണ് കാണുന്നത് ചില. അപ്പോൾ ഷജീത്തും 5 പ്രാവശ്യം ഷജീത്ത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഷജീത്ത് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇത്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പറന്മാർ, ഷജീത്തിൻ്റെ അപ്പറന്മാർ, കേട്ടോ, അങ്ങനെയാണ്. Now the direction of the election commission is for why we did not start removing these DSEs. It was advised that poll going states that their focus should be on speedy disposal of pending forms and not on DSEs. Therefore, the suo motu deletion it will be taken care of after the elections. Election കഴിഞ്ഞിട്ട് എല്ലാം അത് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് we should have started it now. This is the direction. That is why we cannot suo motu delete these people. അത് നിയമപ്രകാരം സാധ്യമല്ല ഇപ്പോൾ, കാരണം ഇലക്ഷൻ മോഡിലാണ്. മൂന്നാമത്തെ കാര്യം പറയാം. അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെ ഇവരെ ഒഴിവാക്കും? ടു പ്രിവെൻറ്റ് ദം ടു കാസ്റ്റ് ദി ബോഗസ് വോട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി പ്രിപ്പയർ എ ASD ലിസ്റ്റ്, ആബ്സെൻറ്റി, ഷിഫ്റ്റഡ് ആൻഡ് ഡെഡ് വോട്ടേഴ്സ്. മിക്കവാറും എന്തുകൊണ്ടാണ് ഈ ചില ആൾക്കാർ നിങ്ങൾ പലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കും ഒരു ആൾ തന്നെ. അപ്പോൾ ഒരു ആൾ 5 പ്രാവശ്യം അപേക്ഷ കൊടുത്താൽ 5 പ്രാവശ്യം ആളുടെ പേര് ഇതിൽ കയറും. ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾ പട്ടം വാർഡിൽ നിന്ന് പൂജാപുരയിലേക്ക് പോയപ്പോൾ പൂജാപുരയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു, പുതിയ ആപ്ലിക്കേഷൻ, പക്ഷെ പട്ടത്ത് നിങ്ങളുടെ പേര് ഉണ്ട്, അവിടെ നിന്ന് നീക്കിയില്ല. അപ്പോൾ രണ്ട് സ്ഥലത്തുമുണ്ട്. വി ഹാവ് എ ഫോം നമ്പർ 6. നിങ്ങളെല്ലാം അത് നോക്കണം, ശ്രദ്ധിച്ച്. വാട്ട് ദ ഫോം നമ്പർ 6 സേസ്? ഇതാണ് ഫോം നമ്പർ 6. ഇതിൽ അവസാനത്തെ പാരാഗ്രാഫ് ഇതാണ്. യുവർ നെയിം ഹാവ് ടു ബി ഡിലീറ്റഡ് ഫ്രോം ദ ഓൾഡ് പ്ലേസ്. അപ്പോൾ ഫോം നമ്പർ 6 ആൻഡ് ഫോം നമ്പർ 8. അപ്പോൾ ചില ആൾക്കാരെ ഫോം 6ന് പകരം ഫോം 8ന് പകരം ഫോം 6 അപ്ലൈ ചെയ്യും. ഫോം 8 ഈസ് മെൻറ്റ് ഫോർ കറക്ഷൻ ഇൻ യുവർ സ്പെല്ലിങ്സ്, അഡ്രസ് ഓർ എന്തെങ്കിലും ഒരു പിശക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ഫോം 8 ആണ് നമ്മൾ കൊടുക്കുന്നത്. ബട്ട് പീപ്പിൾ അപ്ലൈ ഇൻ ഫോം 6. അപ്പോൾ വീണ്ടും നിങ്ങളുടെ പേര് വന്നു. നിങ്ങളുടെ അച്ഛൻ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ മകനും വിചാരിക്കും അച്ഛനെ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാനും അച്ഛന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ മകനും അച്ഛനും സഹോദരിയും സഹോദരന്മാരും എല്ലാവർക്കും വേണ്ടി പരസ്പര ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലോ ഇതിൽ. അതാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. സോ മൾട്ടിപ്പിൾ ടൈം പീപ്പിൾ അപ്ലൈ വിതൗട്ട് കെയറിങ് ഫോർ ദിസ് പ്രോസസ്. ദെൻ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ അപ്ലൈ ഓൺലൈനാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും തകരാറ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അപേക്ഷ പോയിട്ടില്ല, സംശയം വരും, വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യും.
അപ്പോൾ എലിക്കുട്ടൻ ഹാസ് അപ്ലൈഡ് 4 times. അപ്പോൾ 4 പ്രാവശ്യം പുള്ളിയുടെ പേര് വരും. ബിക്കോസ് ദിസ് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് ഹാവ് ഇൻബിൽറ്റ് മെക്കാനിസം ടു അവോയ്ഡ് ദ ഇറ്റ് വിൽ അക്സെപ്റ്റ്. അപ്പോൾ ശ്രീദേവി 4 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ 4 പ്രാവശ്യം പേര് വരും. This software will not say that you have applied already, we will not accept your application. 4 പ്രാവശ്യം വീണ്ടും accept you. Then, well, ഈ ഉണ്ടായിട്ടുള്ള സംഭവം എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് എങ്ങനെ ഇവരെ ഡബിൾ വോട്ട് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദിസ് വെരിഫിക്കേഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഇൻ ഓൾ 140 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിക്കോസ് വി ഡോണ്ട് വെയിറ്റ് ഫോർ എനി കംപ്ലയിൻറ്റ്. ഞങ്ങൾ എല്ലാ ഡയറക്ഷൻ കളക്ടർമാർക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫീൽഡ് ലെവലിൽ BLOs are doing the physical inspection of all these voters. They will prepare a booth-wise list. Booth-wise list will be prepared and it will be shared with all the presiding officers. അയാൾ യഥാർത്ഥത്തിൽ എവിടെയാണ് റെസിഡൻറ്റ്, എവിടുത്തെ റെസിഡൻ്റ് ആണ്, ആ സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ അയാൾക്ക് സാധിക്കും. 2 സ്ഥലത്ത് പേര് ഉണ്ടെങ്കിൽ 2ാമത്തെ പോളിംഗ് ബൂത്തിലെ 3ാമത്തെ പോളിംഗ് ബൂത്തിലെ അനുവദിക്കുകയില്ല. In Kasaragod, we have found in the investigation that one voter has been given 5 cards. ആ കുട്ടിയുടെ പേര് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പേര്? ബഹുമാൻപെട്ട കുമാരിക്ക് 5 കാർഡ്. അപ്പോൾ 4 കാർഡ് നശിപ്പിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ച് ബിക്കോസ് യു കെ നോട്ട് കീപ് മോർ ദാൻ 1 കാർഡ്. അത് അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത്? ഈ BLO അന്വേഷണം നടത്തിയപ്പോൾ BLO റിക്കമെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ബഹുമാൻപെട്ട AERO അസിസ്റ്റൻറ്റ് ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസർ 4 കാർഡ് ഇഷ്യൂ ചെയ്തു. AERO ഉദുമ, ഷീ ഹാസ് ബീൻ സസ്പെൻഡഡ് ടുഡേ. ഓക്കെ, ഷീ ഹാസ് ബീൻ സസ്പെൻഡഡ് ടുഡേ. And disciplinary proceedings have been started against the AERO, maybe a deputy Tahsildar. I don't want to name anyone, but this kind of action is going to take place in other district also, because ഇത് ആരംഭിച്ചതേ ഉള്ളൂ നമ്മൾ. ബിക്കോസ് രോഗം മറച്ച് വെച്ചാൽ രോഗം പോകുകയില്ല. രോഗം കണ്ടുപിടിച്ചാൽ അതിൻ്റെ നല്ല ഒരു ചികിത്സയാണ് വേണ്ടത്. So we started our action now. ASD list, absentee, dead and shifters-ന്റെ ലിസ്റ്റ് തയ്യാറാക്കി അതാത് പോളിംഗ് ഓഫീസർമാർക്ക് കൊടുക്കാം, പരസ്പര കൈമാറും. ആൻഡ് വി വിൽ എൻഷ്യൂർ ദാറ്റ് ഓൺലി ദ എലിജിബിൾ വോട്ടർ will only be allowed, he will not be allowed at 2-3 places. These are some of the brief points I wanted to share with you. Another important point is that ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് പല ഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഓഫീസിലും ജില്ലാ കളക്ടർമാരുടെ സാന്നിധ്യത്തിലും. അവിടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനോട് ഒരു അഭ്യർത്ഥന ഞങ്ങൾ പറഞ്ഞത് BLAs അപ്പോയിൻറ്റ് ചെയ്യണം. BLAs, ബൂത്ത് ലെവൽ ഏജൻറ്റ്സ്, ടു കോർഡിനേറ്റ് വിത്ത് ദ BLOs. അപ്പോൾ ഇവരെ ആരും ഞങ്ങൾ പറഞ്ഞ പോലെ ലിസ്റ്റ് കൊടുക്കാറില്ല പൊളിറ്റിക്കൽ പാർട്ടി. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് നടക്കുന്ന സമയത്ത് ഈ വർഷം നമുക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്യാൻ 1.5 മാസമാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പൊളിറ്റിക്കൽ പാർട്ടീസ് തരേണ്ടത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവരെ ഉറങ്ങിപ്പോയി. ഇപ്പോഴാണ് അവർക്ക് they have now awakened at the verge of the elections, and there is no time to do this exercise of removal right now. It will be done after the elections. What we can assure to the people that even if somebody's name is at 3 or 4 places, he will be allowed to vote only at 1 place. Those booth-wise lists of these people who are in the complaint of the opposition leader, as well as ഞങ്ങൾ സ്വയമേധായി കണ്ടുപിടിക്കുന്ന വോട്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതാത് ബൂത്തിൽ ഞങ്ങൾ കൊടുക്കാൻ പോകുകയാണ്. There will be webcasting also, and there will be extra vigilance at all the polling booths,
so that fairness of the election is maintained.